വെൽക്കം ബാക്ക്. സോ ഫൈനലി ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നതാണ് എൻ്റെ ഹെയർ ഓയിലിംഗ് റൂട്ടീൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. അപ്പം ഇതിൻ്റെ ജസ്റ്റ് മുന്നുള്ള വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഏതൊക്കെ പ്രൊഡക്ട്സ് ആണ് ഞാൻ ഹെയർ ഓയിലിംഗ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യേണ്ടത് ആൻഡ് ടൂൾസ് ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇൻ ഡീറ്റെയിലിൽ. ആൻഡ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ആ പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്തും കൊണ്ട് എങ്ങനെയാണ് ഞാൻ എൻ്റെ ഹെയറിൻ്റെ ഹെൽത്തിനെ നല്ലോണം സപ്പോർട്ട് ചെയ്യുന്നത് വെച്ചാൽ ആ പ്രൊഡക്ട്സ് ആണ് ആക്ച്വലി എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ക്രെഡിറ്റ്. ആൻഡ് ആസ് യൂഷ്വൽ അഡ്വർടൈസ്മെന്റിൽ കാണുന്ന പോലെ വണ്ണൂരും എൻ്റെ മുടി ഫ്ലോയി ആയിട്ട് വീഴില്ല. ഞാൻ എന്നെ കുടഞ്ഞു വേണം വീഴ്ത്താനായിട്ട്. സോ ഇതാണ് എൻ്റെ മുടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ. ആൻഡ് ആദ്യം നമ്മൾ യൂസ് ചെയ്യും നമ്മുടെ നാച്ചുറൽ യന്ത്രം വിച്ച് ഈസ് ഫിംഗേഴ്സ്. യെസ്, ഞാൻ ആദ്യം തന്നെ ഇല്ലേ മുടിയെ പരമാവധി ഫിംഗേഴ്സ് യൂസ് തന്നെ ഇങ്ങനെ ജടയൊക്കെ ഉണ്ടാവൂലേ അതൊക്കെ അങ്ങോട്ട് വിടുത്തി കൊടുക്കും. ഇതിന് ജസ്റ്റ് മുന്നേ എൻ്റെ മുടി എന്താണ് ബ്രെയ്ഡ്സിലായിരുന്നു, എന്നിട്ട് പോലും ഈ ജട എവിടെ നിന്ന് വന്നു എന്നാണ് ഞാൻ ആലോചിക്കണത്. യെസ്, അപ്പം നല്ല പേഷ്യൻസോടെ വേണം പതുക്കെ അങ്ങോട്ട് ജട വിടുത്താനായിട്ട്. അപ്പം അത് ഇവിടെ കംപ്ലീറ്റ് നമ്മുടെ ജടയൊക്കെ വിടുത്തി സ്മൂത്ത് ആയിട്ടുണ്ട്. ആദ്യത്തെ സ്റ്റെപ്പിൽ തന്നെ ജട വിടുത്തിയപ്പോഴത്തേക്ക് ഇത് ഇത്ര മുടി എൻ്റെ കൈ കിട്ടിയിട്ടുണ്ട് വിച്ച് ഇസ് നോർമൽ. നെക്സ്റ്റ് ഇവിടെ എടുക്കുന്നതാണ് ഓയിൽ. ഇതില്ലാണ്ട് എനിക്ക് എന്ത് കളി. സോ ഞാനിവിടെ 2 ബ്രാൻഡ്സ് ആണ് യൂസ് ചെയ്യാറ്, ഈ ഒരു ക്ലിഗനിക് ആൻഡ് നട്ട് ഹാബിറ്റിന്റെ. സോ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നതാണ് ഈ ഒരു നട്ട് ഹാബിറ്റ്. അത്യാവശ്യം കയ്യിലേക്ക് കമഴ്ത്തിന് ശേഷം ഞാൻ നന്നായിട്ട് അങ്ങോട്ട് മണത്തെടുക്കും. എന്നിട്ട് അതുപോലെ തന്നെ നല്ലോണം കൈൻ്റെ ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ ചൂടാക്കും. എന്നിട്ട് ഞാൻ മുമ്പിലേക്ക് മുടി ഇട്ടിട്ട് ഇങ്ങനെ പതുക്കെ ഫുൾ അങ്ങോട്ട് എണ്ണ വെച്ച് മുടിയെ റാപ്പ് ചെയ്ത് അങ്ങോട്ട് കൊടുക്കും. പക്ഷെ ഇതുകൊണ്ട് എനിക്ക് മതിയാവില്ല, ഞാൻ വീണ്ടും കുറച്ചും കൂടെ എണ്ണ എടുത്ത് കുടയും. എന്നിട്ട് നല്ലോണം അതിനെ വോം ആക്കും. ആദ്യം കൈൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഇട്ട് തിരുമി എന്നിട്ട് ഞാൻ നടുക്കിൽ കുറച്ച് മുടിയൊക്കെ ഇങ്ങനെ ബാക്കി കിടക്കൂട്ടെ, എണ്ണയൊന്നും അതുമ്പോൾ പറ്റിയിട്ടുണ്ടാവില്ല. അതുമൊക്കെ എന്നിട്ട് ഞാൻ നന്നായിട്ട് അപ്ലൈ ചെയ്തങ്ങോട്ട് കൊടുക്കും. എന്നിട്ട് വീണ്ടും എനിക്ക് കമഴ്ത്താൻ ആഗ്രഹം ഉണ്ടാവും. പക്ഷെ ഞാൻ പിന്നെ എൻ്റെ പോക്കറ്റിലോട്ട് നോക്കും, പിന്നെ എൻ്റെ ആഗ്രഹം അതോടെ തീരും. അപ്പം ഞാൻ എന്ത് ചെയ്യും, പിന്നെ ഒരു ചീപ്പ് വെച്ച് അങ്ങോട്ട് ചീകും. സോ ദാറ്റ് മുടിയുമ്പോൾ നല്ലോണം ഓയിൽ അങ്ങോട്ട് ഡിസ്ട്രിബ്യൂട്ട് ആവും. ഈ ഒരു ക്ഷീണം കാര്യമാക്കണ്ട, ബിക്കോസ് ഇനി കളി തുടങ്ങിയിട്ടുള്ളൂ. അപ്പം മുമ്പിൽ എൻ്റെ ബാങ്ക്സ് ഇല്ല, ഞാൻ അതിനെ വിട്ടു കൊടുക്കൂലട്ടോ. അതിലേക്ക് ഞാൻ നല്ലോണം അപ്ലൈ ചെയ്യും. സ്പെഷ്യൽ അതിൻ്റെ എൻഡ്സ് ഒക്കെ നല്ലോണം അപ്ലൈ ചെയ്യും. ബിക്കോസ് മുടിയൊക്കെ കഴുകി ഉടക്കിയതിന് ശേഷം ബാങ്ക്സ് ഒക്കെ അടിപൊളിയായി കിടക്കണം. നൗ കംസ് ദ മെയിൻ പാർട്ട്, ഈ വലിയ പല്ലുള്ള ചീപ്പ്. ഇതുപോലത്തെ വലിയ പല്ലുള്ള 2 ചീപ്പുണ്ട് കേട്ടോ. അപ്പം ഇത് ഇച്ചിരി പഴകിയതാണ്, മമ്മി യൂസ് ചെയ്ത് ഇതുമ്പോൾ ഡൈ ഒക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇതിനെ ഞാൻ ഹെയർ ഓയിലിംഗ് ചെയ്യുമ്പോഴാണ് യൂസ് ചെയ്യണത്. ആൻഡ് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ ഇല്ലേ, ഹോഹോബ ഓയിൽ ഞാൻ ലെങ്ത്തിലേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ, സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തിട്ടില്ല ഇതുവരെ. കാരണം ലെങ്ത്തിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ ലെങ്ത്തിലേക്ക് ചീപ്പ് ചീക്കി കൊടുക്കും. ആൻഡ് യെസ്, ചീപ്പ് അങ്ങോട്ട് ഇട്ട് തിരുമരുത്. വലിയ പല്ലാണെന്നും വിചാരിച്ച് റൂട്ട്സിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചാൽ നോ, ഇപ്പോഴും നമ്മൾ എൻസിൽ നിന്ന് തന്നെ തുടങ്ങും. അപ്പോൾ ഓയിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഈ ഒരു ചീപ്പ് വെച്ച് ചീകുമ്പോൾ നല്ലോണം മുടിയുമ്പോൾ എണ്ണ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യമേ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തിട്ട് ഇത് ചീകാനൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ മുടിയേ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സംഭവം ഫോളോ ചെയ്യണത് കുറേ നാളായിട്ടിട്ട്. അപ്പോൾ അതുകൊണ്ട് ഓയിലിംഗ് ചെയ്യുമ്പോൾ എനിക്ക് ഹെയർ ഫോൾ വളരെ ഇപ്പോൾ കുറവാണ്. സ്കാൽപ്പിൽ ഇതുവരെ ഓയിലിംഗ് ചെയ്തിട്ടില്ല കേട്ടോ. കാരണം സ്കാൽപ്പിൽ ഓയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ആദ്യം സ്കാൽപ്പിനെ സ്റ്റിമുലേറ്റ് ചെയ്യും, പറഞ്ഞാൽ അതിനൊന്ന് ആക്ടിവേറ്റ് ആക്കും കുറച്ചും കൂടെ. സോ ദാറ്റ് അത് കഴിഞ്ഞ് ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ അത് നന്നായിട്ട് അബ്സോർബ് ആവും അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതേ ചീപ്പ് വെച്ച് ഞാൻ എന്ത് ചെയ്യും, ഓരോരോ ഏരിയയിലേക്ക് ഒരു 10 പ്രാവശ്യം ചീകി കൊടുക്കും. കാരണം കണ്ണടച്ച് അങ്ങോട്ട് ചീകാൻ ഒരു എന്താ പറയുക എണ്ണ ഉണ്ടാവുമ്പോൾ എനിക്ക് മനസ്സിലാവും യെസ് ഈ ഒരു പോയിന്റിൽ ഞാൻ നിൽക്കണം എന്നുള്ളത്. അല്ലെങ്കിൽ ഇങ്ങനെ ചീകിക്കൊണ്ടേയിരിക്കും. ആൻഡ് യെസ്, കൈയും കളിക്കും ഇതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ ഞാൻ കൈ മാറ്റിയൊക്കെ കളിക്കും. പിന്നെ വന്നതാണ് എൻ്റെ റോളടി കോംബ് ബോട്ടിൽ. എന്തൊരു എസ്തെറ്റിക് തുടങ്ങി വെച്ചതാ. പക്ഷേ ദിസ് ഹെൽപ്പ് സോ മച്ച് ഇൻ മൈ ഹെയർ ഓയിലിംഗ് റൂട്ടീൻ. ആൻഡ് ഇതില്ലാണ്ട് ഇപ്പം എനിക്ക് പറ്റൂല. അപ്പൊ ഞാൻ 2-3 ഓയിൽ മിക്സ് ആക്കും കേട്ടോ. അപ്പൊ അതിനൊന്നാണ് ഈ ഒരു പമന്തക തൈലം. ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മറ്റേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് പോയി കാണാം. സോ ദാറ്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റും ആർക്കൊക്കെ യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതൊക്കെ കേട്ടോ. ഓക്കെ, അപ്പൊ ആദ്യം ഞാൻ ഈ ഒരു ഓയിൽ എടുക്കും. ആൻഡ് എനിക്കൊരു ക്രമമുണ്ട്. ഞാൻ ആ ഒരു ബോട്ടിലിന്റെ സെക്കൻഡ് ലാസ്റ്റ് ആയിട്ടുള്ള വര ഉണ്ടാവില്ല, അവിടെ വരെ ആ ഓയിൽ എടുക്കും. എന്നിട്ട് ഞാൻ കാസ്റ്റർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കും. ലൈക്ക് ഒരു 5 to 6 ഡ്രോപ്സ്. അത് ആഡ് ചെയ്യുമ്പോഴത്തേക്കും ആ വരയുടെ ജസ്റ്റ് മുകളിൽ നിൽക്കും. പിന്നെ ഞാൻ ഈ ഒരു റോസ്മേരി എസെൻഷ്യൽ ഓയിലിന്റെ 2 to 3 ഡ്രോപ്സ് ആഡ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ആക്കി ഇത് ഈ ഒരു കൺസിസ്റ്റൻസി ആട്ടെ. അപ്പോൾ കാസ്ട്രോൾ ഞാൻ ഭയങ്കരമായിട്ട് അങ്ങോട്ട് ആഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഇത് ഭയങ്കര ഹെവിയുമായിട്ടില്ല. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് നിർഗന്ധലിൽ അപ്ലൈ ചെയ്യും. ഇത് കാലാവസ്ഥയിൽ ഡിപ്പെൻഡ് ചെയ്യൂട്ടോ നിർഗന്ധലിൽ അപ്ലൈ ചെയ്യണം. കാരണം ചില സമയത്ത് എനിക്ക് ജലദോഷം പിടിക്കാറുണ്ട്. അപ്പോൾ ചിലപ്പോഴൊക്കെ ഞാൻ വിട്ടും കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് മൂഡ് പോലെ ഇരിക്കും. ഇനിയാണ് ആ സുഖമുള്ള പാർട്ട്. ബിക്കോസ് ഇതങ്ങോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ എന്താണെന്ന് അറിയാം, ആ ചീപ്പ് എന്ന് വെച്ചാൽ ആ കോമ്പില്ലേ, ആ ഹോൾസ് അതിൽ നിന്ന് ഇങ്ങനെ എണ്ണ വരുമ്പോൾ ശരിക്കും നമ്മുടെ സ്കാൽപ്പിൽ ടച്ചായ റൂട്ടിലോട്ട് പോണ ആ ഒരു ഫീല് വരൂട്ടാ. നല്ല രസമാണ് ഗൈസ്. ആൻഡ് നല്ല സാറ്റിസ്ഫൈങ് ആണ്. സാറ്റിസ്ഫൈങ് 2 കാര്യത്തിൽ, ഒന്ന് ആപ്ലിക്കേഷൻ, പിന്നെ രണ്ടാമത്തെ എന്താ വെച്ചാൽ യെസ് ഓയിൽ ശരിക്കും സ്കാൽപ്പിൽ ഓരോരോ ഇടത്ത് കവർ ആവണ്ടെന്നുള്ളത് തോന്നും. തംസ് അപ്പ് കാണിച്ച് എനിക്ക് തന്നെ വെറുപ്പായി. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് വന്നതാണ് ഒരു 5 to 10 മിനിറ്റ്സ് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സ്റ്റെപ്പ് വിച്ച് ഈസ് ഹെഡ് മസാജ്.
ഓ ഒരാൾ ചെയ്തു തരാണെങ്കിൽ എന്തൊരു സുഖമാണല്ലേ. പക്ഷേ ഇത് ഞാൻ തന്നെയാണ് ചെയ്യാറ്. അപ്പം അതുകൊണ്ട് കൈ കുഴച്ച് പൊണ്ടാൻ തുടങ്ങും. അതുകൊണ്ട് എനിക്ക് ആ ഒരു ഫീൽ എടുക്കാൻ പറ്റാണ്ടായി പോകും ഗൈസ്. യെസ്, ആരെങ്കിലും നിങ്ങൾ പിടിച്ചങ്ങോട്ട് വച്ചോളണം കേട്ടാ. നല്ലോണം മസാജ് കിട്ടുകയും ചെയ്യും. അറ്റ് ദ സെയിം ടൈം ഒരാൾ ചെയ്ത് തരുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ്സ് ഇച്ചിരി കൂടുകയും ചെയ്യും. ട്രസ്റ്റ് മീ. എനിക്കിവിടെ ഉറക്കം വന്നുമുണ്ട്, പക്ഷെ കയ്യും കഴക്കണമുണ്ട്. വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ. നല്ലോണം മസാജ് ചെയ്യുമ്പോഴേ അതേ കണ്ട എൻ്റെ നെറ്റി ഇങ്ങനെ വെച്ചാൽ എൻ്റെ സ്കാൽപ്പ് ഇങ്ങനെ അനക്കിയിട്ടാണ് ഞാൻ മസാജ് ചെയ്യണത്. ഭയങ്കര സ്ട്രെയിൻ കൊടുക്കരുത് കേട്ടോ, സ്നേഹിച്ചും കൊണ്ട് വേണം ചെയ്യാനായിട്ട്. സോ യെസ്, ഇവിടെ 10 മിനിറ്റ് വരെ ചിലപ്പോൾ എത്താറില്ല. ഒരു 7-8 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഞാൻ ഗിവ് അപ്പ് ചെയ്യാറുണ്ട്. കാരണം കയ്യിന് പറ്റൂല. ആ ഒരു അവസ്ഥയിൽ എൻ്റെ ബെസ്റ്റ് ട്രിക്കാണ് മുടി മുമ്പോട്ടിട്ട് മസാജ് ചെയ്യാന്നുള്ളത്. ബിക്കോസ് ഇത് കുറച്ചുകൂടെ ബെനിഫിഷ്യലാണ്. കാരണം തല ഇങ്ങനെ താഴത്തോട്ട് കിടക്കുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ ഒന്നും കൂടെ കൂടും. ആൻഡ് നമുക്ക് കയ്യും കഴക്കൂല. എന്നിട്ട് അവിടെ ലൂസ് ആയിട്ടുള്ള ബ്രേഡ് കെട്ടും. പക്ഷേ ഏറ്റവും അറ്റത്ത് റബ്ബർ ബാൻഡ് ഇടൂല കേട്ടോ. കാരണം നെക്സ്റ്റ് ഞാൻ ഈ ഒരു ഞാനുകൾ യൂസ് ചെയ്യും. യെസ്, ഷവർ ക്യാപ്പ്. അപ്പോൾ ആദ്യം മുടിയെ ഒന്ന് നോർമലി ഇങ്ങനെ എന്താ പറയുക ബണ്ണ് പോലെ കെട്ടി വെക്കണം. ഒന്നും ക്ലിപ്പും സ്റ്റിക്കൊന്നും കുത്തൂല. ജസ്റ്റ് എന്നിട്ട് എൻ്റെ ബാങ്ക്സ് ഒക്കെ അകത്തോട്ടൊക്കെ ആക്കിയിട്ട് ഞാൻ ഈ ഒരു ഷവർ ക്യാപ്പ് വെച്ചിട്ട് നല്ലോണം അങ്ങോട്ട് കവർ ആക്കും. ബൈ ഞാൻ ഹെയർ ഓയിലിംഗ് റൂട്ടിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് കാണിച്ചു, പക്ഷെ പറയാൻ മറന്നു അതിനെക്കുറിച്ച്. അതാണ് ഫിംഗേഴ്സ് യൂസ് ചെയ്ത് ജട വിടുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഈ ഒരു ഹീറ്റിംഗ് ക്യാപ്പിനെ ചൂടാക്കാൻ വെക്കും കേട്ടോ, ഹൈ ലെവലിൽ. എന്നിട്ട് നമ്മുടെ ഈ ഫുൾ എന്താ പറയുക ആപ്ലിക്കേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ഷവർ ക്യാപ്പൊക്കെ വയ്ക്കുമ്പോഴത്തേക്കും നല്ലോണം ചൂടാവുമല്ലോ. എന്നിട്ട് ഞാൻ അതിനെ മീഡിയം സെറ്റിങ്ങിൽ വെച്ചിട്ട് അങ്ങോട്ട് തലയിൽ ഇതിനെ ഫുൾ കവർ ആക്കും. ഇൻ കേസ് നിങ്ങളുടെ ഈ ഒരു ഹീറ്റിംഗ് ക്യാപ്പ് ഇല്ലെങ്കിൽ ഇതിൻ്റെ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഞാൻ മറ്റേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പോയി ഓടിക്കണ്ടു. ഓക്കെ, അപ്പോൾ ഒരു 10 to 15 മിനിറ്റ്സ് ഒരു ഇത് വെച്ചിട്ട് ഞാൻ അത്ര നേരം ബോറടിച്ചിരിക്കുമോ? നോ, ഞാൻ ഫോണിൽ കാണും. 15 മിനിറ്റ് വരെ ക്യാപ്പ് അവിടെ ഇരിക്കുമ്പോൾ നല്ലോണം ഒരു ചൂട് കിട്ടും എന്ന് വെച്ചാൽ പതുക്കെ ഒരു വോംത്ത് കിട്ടും. കാരണം മീഡിയം സെറ്റിങ്ങിലല്ലേ ഞാൻ വെച്ചേക്കണേ. അപ്പോൾ നല്ലോണം ഹെയർ ഓയിലൊക്കെ നല്ലോണം ലെങ്ത്തിലേക്കും റൂട്ടിലേക്കും പെനിട്രേറ്റ് ആവും. ക്യാപ്പൊക്കെ മാറ്റുമ്പോഴത്തേക്ക് എൻ്റെ ചപ്പിളി ആയിട്ടുള്ള മുടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഹെയർ ഓയിലിന് അങ്ങനെ തന്നെ വെക്കും. എത്ര 2 to 3 hours വരെ വെക്കും. ചിലപ്പോൾ ഓവർനൈറ്റ് തന്നെ വെച്ച് ഞാൻ കിടന്ന് ഉറങ്ങാറുണ്ട്. പക്ഷേ ഇപ്പോൾ തണുപ്പായതുകൊണ്ട് മാക്സിമം 3 hours ആണ് വെക്കണം. അപ്പോൾ എങ്ങനെ തോന്നി ഹെയർ ഓയിലിംഗ് റൂട്ട്? നോക്കിയിരുന്നാൽ മാത്രം പോരാ, പോയി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഹെയർ കെയർ ചെയ്യും. അപ്പം ശരി, ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എന്നാൽ പിന്നെ വേഗം തന്നെ ലൈക്ക് ചെയ്തോ, ഷെയറും ചെയ്തോ, പിന്നെ സബ്സ്ക്രൈബും ചെയ്തോ. അപ്പൊ നെക്സ്റ്റ് വീഡിയോ നമുക്ക് വേഗം തന്നെ കാണാം. ചേക്കരൻ ഓൾവേസ് റിമെമ്പർ ദാറ്റ് ഐ പർപ്പിൾ യു ഓൾ. ബൈ. ആൻഡ് ഇന്നത്തെ എൻ്റെ ഗ്ലോയിങ് ആയിട്ടുള്ള സ്കിൻ നോക്കിയാൽ ഗൈസ് എനിക്ക് അത് സഹിക്കണില്ല.